ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് യൂണിറ്റ് 5 എംപ്രേസിംഗ് എംപതി എന്ന യൂണിറ്റ് 5 ആണ്. അതിലെ 3rd ചാപ്റ്റർ എ ബീക്കൺ ഓഫ് ഹോപ്പ്. എ ബീക്കൺ ഓഫ് ഹോപ്പിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസിന്റെ ആൻസേഴ്സും ആണ് ഇന്ന് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. എ ബീക്കൺ ഓഫ് ഹോപ്പ്. ആദ്യം തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു കോട്ട്സ് തന്നിട്ടുണ്ട്. ആ കോട്ട്സ് ഉഷ ചൗമറിന്റെ ആണ്. എന്താണെന്ന് നോക്കാം. ഐ വോണ്ട് എവറി വിമൺ ടു ബി ഇൻഡിപെൻഡന്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പോൾ ഇവര് ഉഷ ചൗമർ പറയുന്നത്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എല്ലാ സ്ത്രീകളും ഇൻഡിപെൻഡന്റ് ആവണം അല്ലേ, അവർക്ക് അന്തസ്സുള്ള ജോലികൾ കിട്ടണം, ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോബുകൾ വേണം, എങ്കിലേ ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടായിരിക്കുള്ളൂ, നമുക്ക് തൊട്ടുകൂടായ്മ പോലെയുള്ളതിൽ നിന്ന് മോചനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ആ ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുണ്ടായിരുന്ന രാംനാഥ് കോവിന്ദും അതുപോലെ ഉഷ ചൗമറുമാണ്. ഉഷ ചൗമർ റിസീവ്സ് പത്മശ്രീ ഫ്രം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഫോർ ഹർ സോഷ്യൽ വർക്ക് ഇൻ 2020. 2020 സാമൂഹ്യ സേവനത്തിന് പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് ഉഷ ചൗമർ. അവരെ അവാർഡ് ഏറ്റുവാങ്ങുന്നതാണ് ചിത്രത്തിലുള്ളത് കേട്ടോ. ഇനി ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഉഷ ചൗമേഴ്സ് മിഷൻ? എന്തായിരുന്നു ഉഷ ചൗമറിന്റെ മിഷൻ? ആൻസർ, ഹെർ മിഷൻ ഈസ് ടു ക്ലെൻസ് ദ സൊസൈറ്റി ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് അൺടച്ചബിലിറ്റി. അടുത്തത് ഇതാണ് ഉഷ ചൗമറിന്റെ ഒരു പിക്ചറാണ്. പിക്ചറല്ല, ഇത് നമുക്കൊരു ചിത്രമായിട്ട് തന്നിട്ടുണ്ട്. What were some of the challenges Usha Chaumer faced in terms of income and daily living? എന്തായിരുന്നു അവർ ഫേസ് ചെയ്ത ചലഞ്ച്? ഇൻകമും അവരുടെ വരുമാനവും അവരുടെ ഡെയിലി ജീവിതവും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അവരുടെ ചലഞ്ച്? ആൻസർ, ഫോർ ക്ലീനിങ് ദ ഡേർട്ട് ഓഫ് അതേഴ്സ് ഉഷ ഏൺഡ് ജസ്റ്റ് 10 to 20 rupees per day. She and her mother mostly ate the leftover food given to them at the houses they scavenged. They did not earn enough money to buy clothes. They wore the worn out clothes they collected at the houses. അപ്പോൾ അവർ ഈ ഡേർട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു ദിവസം അവർക്ക് 10-20 രൂപയെ കിട്ടുള്ളൂ. അവരും അവരുടെ അമ്മയും ബാക്കിയുള്ളവർ ഇവർ ക്ലീനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം വീടുകളിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമൊക്കെയാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ക്ലോത്ത്സ് ഒന്നും വാങ്ങാൻ ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലുമൊക്കെ ആളുകൾ ആവശ്യം കഴിഞ്ഞു കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഇവർ ധരിച്ചിരുന്നത്. How did the situation change when Sulabh International began constructing toilets in villages? അപ്പോൾ സുലഭ് ഇന്റർനാഷണൽ ആ വില്ലേജസിൽ ടോയ്ലറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് മാറ്റമാണ് വന്നത്? When Sulabh International began constructing toilets in the villages, the need for manual scavenging was eliminated. കൈകൊണ്ടാണ് ഇവർ ഈ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അതുവരെ. ആ ഒരു സിറ്റുവേഷൻ മാറി. അവർ ടോയ്ലറ്റ്സ് കെട്ടിയപ്പോൾ പിന്നെ കൈകൊണ്ട് പോയി ആരും മാനുവലി ക്ലീൻ ചെയ്ത് കൊടുക്കണ്ടല്ലോ. നമ്മൾ പുറത്തുള്ള വേസ്റ്റൊക്കെ ഇവർ കൈകൊണ്ടാണ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി. വാട്ട് ഇസ് ഉഷാസ് മെസ്സേജ് ടു ദ സൊസൈറ്റി? ഉഷയുടെ മെസ്സേജ് എന്താണ് ഈ സമൂഹത്തിനോട്? ആൻസർ, ഉഷാസ് മെസ്സേജ് ടു ദ സൊസൈറ്റി ഈസ് വിമൺ ആർ നോട്ട് മെന്റ് ഫോർ സ്റ്റേയിങ് അറ്റ് ഹോം ക്ലീനിങ് ഡേർട്ട് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ. വിമൺ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. ദാറ്റ് ഈസ് ഹൗ എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി വിൽ ബി ബിൽഡ്. അപ്പോൾ ഉഷ ചൗമറിന്റെ മെസ്സേജ് ഇതാണ് സ്ത്രീകളോട്. ഒരിക്കലും നമ്മൾ വെറുതെ വീട്ടിലിരിക്കാനല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അതല്ലാതെ നമ്മൾ ഈ ഡേർട്ട് ക്ലീൻ ചെയ്തിട്ടും കുട്ടികളെ ടേക്ക് കെയർ ചെയ്തിട്ടും ലൈഫ് കളയല്ല വേണ്ടത്. വിമൻ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്. നല്ല നല്ല ജോലികൾ ചെയ്യുന്നതിലൂടെ സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആവണം അല്ലേ, എങ്കിൽ മാത്രമേ നല്ലൊരു സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. തൊട്ടുകൂടായ്മ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുള്ളൂ എന്നാണ് ഉഷ ചൗമർ പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ ചിത്രങ്ങളാണ്. ഇവർ വളരെ ഹമ്പിളായിട്ടുള്ള സാധാരണക്കാരായിരുന്നതിൽ നിന്ന് വലിയ ആളുകളായ വ്യക്തികളാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇതുപോലെ നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവരുടെ ബിഗിനിങ്ങും ഇവരുടെ പ്രൊഫഷൻ, പൊസിഷൻ, റെക്കഗ്നിഷനും എഴുതണം. ഫസ്റ്റ് ആൾ എബ്രഹാം ലിങ്കൺ ആണ്. Born near Hougainville, Kentucky on 12th February 1809, he had very little formal education, but he read a lot when not working in his father's farm. ഹൊഗൻവില്ലയിലാണ് ജനനം. 1809 ഫെബ്രുവരി 12-നാണ്. അധികം ഫോമൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്. ഫ്രീ ടൈമിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫാമിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തുടക്കം. അടുത്ത ബോക്സിൽ വരേണ്ടത് പ്രൊഫഷൻ, പൊസിഷൻ. അമേരിക്കൻ ലോയർ ആയിരുന്നു, പൊളിറ്റീഷ്യൻ ആയിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആണ് 1861 to 65 വരെ.
അടുത്തത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആളാണ് APJ അബ്ദുൽ കലാം ആണ്. രാമേശ്വരം തമിഴ്നാട്ടിൽ ജനനം 1931 ഒക്ടോബർ 15. അദ്ദേഹത്തിന്റെ ഫാദർ ഈ വള്ളം, അതായത് തോണി ഉണ്ടല്ലോ, അതാണ് കടത്തുകാരൻ എന്ന് പറയും അതിനെ, അതായിരുന്നു. ധനുഷ്കോടി രാമേശ്വരം ബീച്ചിൽ തീർത്ഥാടകരെ കൊണ്ടുവിടുക, പിക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അബ്ദുൽ കലാം എന്താണ് പഠിച്ചത്? എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് പഠനം. ആരാണ് അദ്ദേഹം? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. 2002 to 2007 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. പിന്നെ അതിന് 1999-2001 കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സയൻസ് അഡ്വൈസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആണ്, ഹി റോട്ട് ആണ് കേട്ടോ ഇത്. വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന ഓട്ടോബയോഗ്രഫി ഇദ്ദേഹത്തിന്റെ ആണ്. ഹി ഗോട്ട് ഭാരതരത്ന ഇൻ 1997. 1997 ഭാരതരത്ന കിട്ടി. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്: ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ഇത് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടിങ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് നാഞ്ചിയമ്മയാണ്. നാഞ്ചിയമ്മ, ഷി വാസ് ബോൺ ഇൻ പാലക്കാട്, അട്ടപ്പാടി. ഷി ബിലോങ്സ് ടു ദി ഇരുള കമ്മ്യൂണിറ്റി. ഷീ ഈസ് എ ഫോക്ക് സിംഗർ ഓഫ് ദ ആസാദ് കലാസമിതി. അപ്പോൾ ഇവര് പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നുള്ള വനിതയാണ്. ഇവരൊരു ഇരുള കമ്മ്യൂണിറ്റി, ആദിവാസി കമ്മ്യൂണിറ്റിയായ ഇരുള കമ്മ്യൂണിറ്റിയിൽ നിന്ന് അംഗമാണ്. ഇവര് ആസാദ് കലാസമിതിയുടെ ഫോക്ക് സിംഗറാണ്. 2002 ഇവര് പ്ലേ ബാക്ക് സിംഗിങ് ചെയ്തു. ഏത് സിനിമയിൽ? അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ. അതിൽ ഹീറോന്റെ മദർ ഇൻ ലോ ആയിട്ട് അഭിനയിച്ചു. നാഷണൽ ഫിലിം അവാർഡ് കിട്ടി. ബെസ്റ്റ് ഫീമെയിൽ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്തു? നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ 2020 സ്പെഷ്യൽ ജൂറി അവാർഡും ഇവർക്കായിരുന്നു കേട്ടോ. അടുത്തത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ജനനം 1985 ഫെബ്രുവരി 5 സാവോ പെദ്രോ പാരിഷ് ഓഫ് ഫഞ്ചൽ, ദ ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗീസ് ഐലൻഡ് ഓഫ് മെഡീറ, അവിടെയാണ് ജനനം. അദ്ദേഹം മറിയ ഡോളറോസ് ആണ് അവരുടെ അമ്മയുടെ പേര്. അവരുടെ 4ാമത്തെ മകനായിരുന്നു. ഹു വർക്ക്ഡ് ആസ് എ കുക്ക് ഇൻ ദ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒരു സാധാ കുക്കായിരുന്നു അവര്. ഒരു ക്ലീനിങ് വിമൺ ആയിരുന്നു. വളരെ ക്രിസ്ത്യാനോന്റെ ചെറുപ്പം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ഭക്ഷണത്തിന് വരെ ബെഗ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുട്ടിക്കാലമായിരുന്നു. ഇപ്പൊ ആരാണ് അദ്ദേഹം? മില്യണയർ ആണ് അല്ലേ. ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫുട്ബോൾ പ്ലെയേഴ്സ് ലിവിങ് ടുഡേ. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫുട്ബോൾ പ്ലെയർ ആണ്. ഹി ഹാസ് വൺ ഇന്യൂമറബിൾ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഹി ഈസ് എ മൾട്ടി മില്യണയർ. ഹി ഈസ് ദ ഹീറോ ഓഫ് മില്യൺസ് ഓഫ് ഫുട്ബോൾ ഫാൻസ് അറൌണ്ട് ദി വേൾഡ്. അടുത്തത് നമുക്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പാഡ്, ഹാമർ ആൻഡ് അതർ ടൂൾസിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. അവരൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർ സംസാരിക്കുക എന്നാണ്. ആദ്യം ചൂലാണ്, ബ്രൂമാണ് തന്നിരിക്കുന്നത്. എന്താണ് ബ്രൂം പറയുന്നത്? ഐ ഹാവ് സീൻ യു യൂസിങ് മീ ടു ക്ലീൻ അപ്പ് മെസ് എവറി ഡേ ടു കീപ് തിങ്സ് സേഫ് ആൻഡ് ക്ലീൻ. യു ആർ റിയലി മേക്കിംഗ് എ ബിഗ് ഡിഫറൻസ്. അടുത്തത് ഇത് കൈക്കോട്ടാണ് കേട്ടോ. ചിത്രം കുറച്ച് മറഞ്ഞാണ് ഇരിക്കുന്നത്. കൈക്കോട്ടാണ്. You use me to dig holes or trenches and edging flower beds or lawns. Without me, you will find these jobs very difficult. നമ്മൾ കുഴിക്കാനും കിളയ്ക്കാനും അതുപോലെ തന്നെ ചെടികൾ നടാൻ വേണ്ടിയുള്ള തടമെടുക്കാനും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ബ്രഷാണ്. യു യൂസ് മീ ഫോർ ക്ലീനിങ്, പെയിൻറ്റിങ്, സർഫസ് ഫിനിഷിംഗ് ആൻഡ് ഫോർ മെനി അതർ പർപ്പസസ്. ഐ ആം വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് ടൂൾസ് ഇൻ യൂസ് ടുഡേ. ചുറ്റികയാണ് അടുത്തത്. യു യൂസ് മീ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഡ്രൈവിംഗ്, ഷേപ്പിംഗ്, ബ്രേക്കിംഗ് ആൻഡ് സ്ട്രൈക്കിംഗ് ആപ്ലിക്കേഷൻസ്. ഐ ആം വെരി മച്ച് യൂസ്ഡ് ഇൻ കാർപ്പൻട്രി, ബ്ലാക്ക് സ്മിത്തിങ് ആൻഡ് വാർഫെയർ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ വേർഡ്സ് വി അവേഴ്സ് ഓഫ് ഡോൺ എന്നുള്ള വേർഡ്സ് വരുന്ന സെന്റൻസസ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഫുള്ളായി ഞാൻ വായിക്കുന്നില്ല. വി അവേഴ്സ് ഓഫ് ദി ഡോൺ, അതുപോലെ ബ്ലേസിംഗ് ന്യൂൺ, ഗ്യാദറിംഗ് ഡസ്ക്, ഇതിൻ്റെയൊക്കെ ഫേസസ് ഓഫ് നമ്മൾ എഴുതണം. ദ ഫുട്ബോൾ പ്ലേയേഴ്സ് സ്റ്റാർട്ട് ദിയർ പ്രാക്ടീസ് ഇൻ ദ വി അവേഴ്സ് ഓഫ് ദ ഡോൺ. On the days of exam, many students are busy studying in the wee hours of the dawn. In the press where the newspaper is printed, we see many people working hard in the wee hours of the dawn. ആ ഒരേ ഒരു വേർഡ്സിന്, ആ ഒരു ഫ്രേസിനെ നമ്മൾ പല സെൻറ്റൻസിൽ ഉപയോഗിച്ചതാണ് ഇവിടെ കണ്ടത്. ഇനി ബ്ലേസിംഗ് നൂണും ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ദ ആനിമൽസ് വെർ റെസ്റ്റിംഗ് അണ്ടർ ദ ട്രീസ് ഇൻ ദ ബ്ലേസിംഗ് നൂൺ. അടുത്തത് പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ് ഇൻ ദ ബ്ലേസിംഗ് നൂൺ മൈറ്റ് മേക്ക് യു സിക്ക്. അടുത്തത് ഗ്യാദറിംഗ് ഡസ്ക് ആണ്. ദ ബേർഡ്സ് വെർ റിട്ടേണിംഗ് ടു ദെയർ നെസ്റ്റ് ഇൻ ദ ഗ്യാദറിംഗ് ഡസ്ക്. യെസ്റ്റർഡേ വി സോ സം ടയർഡ് പ്ലോമാൻ ഗോയിങ് ഹോം ഇൻ ദ ഗ്യാദറിംഗ് ഡസ്ക്. പീപ്പിൾ ഹു വർക്ക് ഫാർ അവേ ഫ്രം ദെയർ ഹോംസ് റഷ് ടു റീച്ച് ദെയർ ഹോംസ് ഇൻ ദ ഗ്യാദറിംഗ് ഡസ്ക്.
നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഡേ, നമ്മൾ ഒരു ദിവസത്തിന് AM ഉം PM ഉം ആയിട്ട് പറയും അല്ലേ. AM എന്ന് പറയുന്നത് ആൻറ്റി മെറീഡിയനും PM എന്ന് പറയുന്നത് പോസ്റ്റ് മെറീഡിയനുമാണ്. ആൻറ്റി മെറീഡിയൻ എന്ന് പറയുന്ന സമയം പുലർച്ചെ 0.01, അതായത് പുലർച്ചെ ഒരു 12-ന് ശേഷം വരുന്ന ആ ഒരു മൊമെന്റ് മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ AM ആണ്. ഉച്ചയ്ക്ക് 12:01 മുതൽ രാത്രി ആ ഒരു 12 മണി ആവുന്ന വരെ മിഡ് നൈറ്റും ആണ് കേട്ടോ. അപ്പോൾ അത് PM ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ AM-ന് ചെയ്യുന്ന കാര്യങ്ങളും PM-ൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്. റൈറ്റ് സെൻറ്റൻസസ് യൂസിങ് AM ആൻഡ് PM. കൺസിഡർ ഇവൻറ്റ്സ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, സ്കൂൾ അസംബ്ലി, ഡിന്നർ, ബെഡ് ടൈം, എക്സാമിനേഷൻ, ഇതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം അവർ AM-ൽ തന്നിരിക്കുന്നു ക്ലാസ്സസ് ബിഗിൻ അറ്റ് 9 AM. ക്ലാസ്സുകൾ തുടങ്ങുന്നത് 9 മണിക്കാണ്, 9 AM രാവിലെ. വി ടേക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7:30 AM. ഇത് നിങ്ങൾക്ക് 8 നിങ്ങൾ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട രാവിലെ അതൊക്കെ ആക്കാട്ടോ, 8 AM എന്നൊക്കെ ആക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് ദ സ്കൂൾ അസംബ്ലി ഈസ് അറ്റ് 9:15 AM. സ്കൂൾ അസംബ്ലി 9:15 ഇത് 9 10 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ സമയം മാറ്റാം, പക്ഷെ രാവിലത്തെ സമയമായിരിക്കണം, ബിക്കോസ് ഇവിടെ AM ആണ്. അടുത്തത് PM ആണ്. ക്ലാസ്സസ് എൻഡ് അറ്റ് 4 PM ആണ്. ക്ലാസ്സുകൾ അവസാനിക്കുന്നത് 4 മണിക്കാണ്. PM എന്താ? പ്രൈം മെറീഡിയൻ. അമേരിക്കൻസ് ടേക്ക് ദെയർ ഡിന്നർ അറ്റ് 7 PM. അമേരിക്കൻസ് രാത്രി ഭക്ഷണം കഴിക്കുന്നത് 7 മണിക്കാണ്, 7 PM. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇന്ത്യൻസ് ടേക്ക് ദെയർ ഡിന്നർ അറ്റ് 8 PM എന്നൊക്കെ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. സെൻറ്റൻസ് ഇഷ്ടമുള്ള പോലെ മാറ്റാം കേട്ടോ. അവർ ക്ലാസ്സസ് എൻഡ് അറ്റ് 4 PM. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ അവർ എക്സാമിനേഷൻ ആക്കാം, അവർ എക്സാം എൻഡ് അറ്റ് 4 PM ആക്കാം. അതുപോലെ ബെഡ് ടൈം വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാവുന്നതാണ്. അടുത്തത് ലെറ്റ് സല്യൂട്ട് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആണ്. നമ്മൾ കമ്മ്യൂണിറ്റീനെ, നമ്മുടെ സമൂഹത്തിനെ സഹായിക്കുന്ന ആളുകൾ അല്ലേ. കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആർ ലൈക്ക് സൂപ്പർ ഹീറോസ് ഇൻ അവർ നൈബർഹുഡ്. ദേ ഡു ഇമ്പോർട്ടൻറ്റ് ജോബ്സ് ടു കീപ്പ് us safe and happy. They work in different places like schools, hospitals and even on the streets. Police officers make sure everyone is safe. Doctors and nurses take care of us when we are ill. Teachers help us learn and farmers grow crops providing us the food we eat. They are like real life heroes. ഇത് കുറച്ച് സ്പീഡിലാണ് വായിച്ചത്, ക്ലാസ് ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നമ്മുടെ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ ചുറ്റും നിന്ന് നമുക്ക് പല കാര്യങ്ങളും സർവീസായിട്ട് കൂടെ ചെയ്തു തരുന്ന ആളുകളാണ്. അതിലാദ്യം വരുന്നത് നമ്മൾ സ്കൂളിലും ഹോസ്പിറ്റലും സ്ട്രീറ്റ്സിലും ഒക്കെ കാണുന്നവരാണ്. നമ്മൾ പോലീസ് ഓഫീസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നു. സെയിം തിങ് ഡോക്ടേഴ്സ്, നഴ്സസ് അങ്ങനെയാണെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യണു അല്ലേ വയ്യാണ്ടാവുമ്പോൾ. ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മളെ പഠിക്കാൻ സഹായിക്കുന്നു. ഫാമേഴ്സ് ആണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ, ക്രോപ്സ് എല്ലാം കൾട്ടിവേറ്റ് ചെയ്യണു, അതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് റിയൽ ലൈഫ് ഹീറോസ്. ഇവർ ചെയ്യുന്നത് ജോലി മാത്രമല്ല, ഒരു സർവീസും കൂടിയാണ് കേട്ടോ, ഒരു ഹെൽപ്പും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചുറ്റും കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെ? ലൈഫ് ഗാർഡ്സ് ഉണ്ട്, ഫയർ ഫൈറ്റേഴ്സ് ഉണ്ട്, ഗാർബേജ് കളക്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ഞാൻ പറയാം. ആ ബോക്സിനകത്തല്ല ഫില്ല് ചെയ്യാൻ പോകുന്നത്, പുറത്താണ്. കാരണം ബോക്സിനകത്ത് നമുക്ക് സ്ഥലം തികയില്ല. നമുക്ക് നോക്കാം. ലൈഫ് ഗാർഡ്സ് ആണ് ആദ്യത്തെ. വാൺ സ്വിമ്മേഴ്സ് ഓഫ് ഇംപ്രോപ്പർ ആക്ടിവിറ്റീസ് ഓർ ഡേഞ്ചർ ആൻഡ് എൻഫോഴ്സ് പൂൾ റെഗുലേഷൻസ് ആൻഡ് വാട്ടർ സേഫ്റ്റി പോളിസീസ്. അഡ്മിനിസ്റ്റർ ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഇവന്റ് ഓഫ് ഇൻജുറി. റെസ്ക്യൂ സ്വിമ്മേഴ്സ് ഇൻ ഡിസ്ട്രസ് ഓർ ഡേഞ്ചർ ഓഫ് ഡ്രോണിംഗ് ആൻഡ് അഡ്മിനിസ്റ്റർ CPR ആൻഡ് ഓർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് നെസസറി. അപ്പോൾ ഈ ലൈഫ് ഗാർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്വിമ്മേഴ്സിനെയൊക്കെ നീന്തുന്ന സമയത്തൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും അവരെ ഡേഞ്ചറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും സേഫ്റ്റി പോളിസീസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ലൈഫ് ഗാർഡ്സ് ഉണ്ടാവും. നിങ്ങൾ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ബീച്ചിൽ ഇവരുണ്ടാവും. ബിക്കോസ് നമ്മൾ ബീച്ചിലേക്ക് കടലിലേക്ക് ഇറങ്ങണതൊക്കെ ഡേഞ്ചർ ആണെന്ന് പറയാനും അതൊക്കെ ഇവർ പറയാൻ വേണ്ടി ഇവരുണ്ടാവും. പിന്നെ ഫയർ ഫൈറ്റേഴ്സ് ആണ്. ഫയർ ഫൈറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, ഏതെങ്കിലും സ്ഥലത്ത് പീപ്പിളാണ്, ആനിമൽസ് ആണ്, പ്രോപ്പർട്ടീസിനാണെങ്കിലും തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹസാർഡ് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഫയർ ഫൈറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. ഡെഫിനിഷൻ വായിക്കാം. ഫയർ ഫൈറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ സേവിങ് ആൻഡ് റെസ്ക്യൂയിങ് പീപ്പിൾ, ആനിമൽസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഫ്രം ഫയേഴ്സ് ആൻഡ് അതർ ഹസാർഡ് സിറ്റുവേഷൻസ് ആൻഡ് their duties also include maintaining and operating firefighting equipment, providing fire prevention training and offering emergency medical care.
അടുത്തത് ഗാർബേജ് കളക്ടേഴ്സ് ആണ്, നമ്മളുടെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നവർ അല്ലേ. ഇവരെന്താ ചെയ്യുക, ഇവർ അത് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ട്രാൻസ്പോർട്ട് ആ വേസ്റ്റിനെ ഡിസ്പോസൽ സൈറ്റിലേക്ക് കൊണ്ടെത്തിക്കും അല്ലേ. ലാൻഡ് ഫിൽസ് ഓർ റീസൈക്ലിംഗ് സെൻറ്റേഴ്സിലേക്ക് കൊണ്ടെത്തിക്കും, വലിയ വാഹനങ്ങളിൽ അല്ലേ, ഗാർബേജ് ട്രക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുള്ളത് കൊണ്ടാണ് പബ്ലിക് പ്ലേസസ് ക്ലീൻ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നത്. വിതൗട്ട് ദം ദർ വിൽ ബി ഓൾ കൈൻഡ്സ് ഓഫ് ഡിസീസസ് സ്പ്രെഡിങ് ക്വിക്ലി ബിക്കോസ് ഓഫ് ദി ഇൻസെക്ട്സ് ലൈക്ക് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് ആൻഡ് റോഡൻസ് ദാറ്റ് ത്രൈവ് ഓൺ ഗാർബേജ്. അപ്പോൾ ഇവർ ഈ വേസ്റ്റുകൾ എടുത്തിട്ട് പോണത് കൊണ്ടാണ് അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഈച്ചയും കൊതുകും എലികളും അങ്ങനത്തെ സാധനങ്ങളെല്ലാം അസുഖങ്ങൾ പരത്തും, ഡിസീസസ് വേഗം സ്പ്രെഡ് ആവും. അടുത്തത് ഹെൽത്ത് വർക്കേഴ്സ് ആണ്. ഹെൽത്ത് വർക്കേഴ്സ് ആർ പേഴ്സൺസ് ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് ടു പ്രൊവൈഡ് എ റേഞ്ച് ഓഫ് മെഡിക്കൽ സർവീസസ് ടു പേഷ്യൻസ്. അപ്പോൾ പേഷ്യൻസിന് മെഡിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഹെൽത്ത് വർക്കേഴ്സ്. അതിൽ ഡോക്ടേഴ്സ് വരും, നഴ്സസ് വരും, തെറാപ്പിസ്റ്റ്, ടെക്നീഷ്യൻസ് എല്ലാവരും വരും. ഇവരാണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്ന ആൾക്കാർ. ഇവരെന്താ ചെയ്യണത്, പ്രൊവൈഡിങ് കെയർ ആൻഡ് സപ്പോർട്ട് ടു ദ പേഷ്യൻസ് ഇൻ നീഡ്. ആവശ്യമുള്ള പേഷ്യൻസിന് കെയർ ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ആളുകൾ. ഇത് നിങ്ങൾക്ക് ഇതന്നെ കുറേ ആളുകളുണ്ട്, നമുക്ക് എക്സ്ട്രാ എഴുതാനില്ലാത്തതുകൊണ്ട് ഇത് മതി. അടുത്തത് യു മേ കൺസിഡർ ദി ഫോളോയിങ് പോയിന്റ്സ് വൈൽ യു പ്രിപ്പയർ എ താങ്ക് യു നോട്ട്. നിങ്ങളൊരു താങ്ക് യു നോട്ട് ഉണ്ടാക്കണം. ഇവിടെ നമുക്കിവിടെ വായിക്കാൻ വേണ്ടിയിട്ട് റയ ഡിസൈൻ ചെയ്ത ഒരു താങ്ക് യു നോട്ട് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചോളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളൊരു താങ്ക് യു നോട്ട് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ആക്ടിവിറ്റി. നമുക്കത് നോക്കാം. Imagine you are writing a special thank you note to your favorite community helper. How would you express your gratitude and appreciation? Design thank you note and share it with your friends. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽപ്പർ ആരും ആയിക്കോട്ടെ, ഹെൽത്ത് സെക്ടറിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ ഗാർബേജ് കളക്ട് ചെയ്യുന്ന ആളുകളോ ആരും ആയിക്കോട്ടെ, അവർക്ക് ഒരു താങ്ക്സും അവരെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ട് നിങ്ങളൊരു താങ്ക് യു നോട്ട് ഉണ്ടാക്കണം. നോക്കാം. അപ്പം ഞാനിവിടെ ഒരു താങ്ക് യു നോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാൻ വായിക്കാം. ആദ്യം നിങ്ങളൊരു അഡ്രസ്സ് കൊടുക്കുക. 514 GB റോഡ്, പാലക്കാട്, 1 November 2025. ഇത്രയും കൊടുക്കുക. ദെൻ ഡിയർ മായ ചേച്ചി, ഞാനിവിടെ മായ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിയർ മായ എന്നോ ചേച്ചി എന്നൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഐ വാണ്ട് ടു സേ ബിഗ് താങ്ക് യു ഫോർ ഓൾ ദ വണ്ടർഫുൾ സർവീസസ് യു ഹാവ് ബീൻ റെൻഡറിങ് ടു അവർ കമ്മ്യൂണിറ്റി. It is true that all community helpers are supposed to make life better for the people in the community, keep the community healthy and safe, and help it function more efficiently. But not all community helpers follow those concepts sincerely. അപ്പോൾ എന്താണ്, ആദ്യം തന്നെ ഞാനൊരു താങ്ക് യു പറയുകയാണ്. നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സർവീസസിന് താങ്ക് യു പറയുന്നു. എല്ലാ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സും നമ്മുടെ സമൂഹത്തിന് ലൈഫ് ബെറ്റർ ആക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. എന്താണ്, കുറേ ആളുകൾ, മെനി ഓഫ് ദം ആർ മെയിൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദിയർ സാലറീസ് ഓർ അതർ റിവാർഡ്സ്. ആളുകൾ കുറേ കമ്മ്യൂണിറ്റി വർക്കേഴ്സൊക്കെ സാലറിക്ക് വേണ്ടിയിട്ടും ബാക്കി പാരിതോഷികങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ജോലി ചെയ്യുന്നത്. യു ഹാവ് ബീൻ റെൻഡറിങ് അവർ കമ്മ്യൂണിറ്റി സെൽഫ്ലെസ് സർവീസ്. പക്ഷെ നിങ്ങൾ നിസ്വാർത്ഥമായിട്ടുള്ള സർവീസാണ് നൽകുന്നത്. അവർ കമ്മ്യൂണിറ്റി നൗ ഈസ് ഹെൽത്തിയർ ആൻഡ് സേഫർ ബിക്കോസ് ഓഫ് യു. നമ്മുടെ സമൂഹം ഇപ്പോൾ ഹെൽത്തിയറും സേഫറുമായിട്ടിരിക്കുന്നത് നിങ്ങൾ കാരണമാണ്. I remember how you helped our family when my mother was sick. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തതെന്ന്. യു ഹെൽപ്ഡ് us to overcome the situation. ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ താങ്കൾ എന്നെ സഹായിച്ചു. വി ആർ ഹൈലി ഗ്രേറ്റ്ഫുൾ ടു യു. വി അപ്രിഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് സിൻസിയറിറ്റി. ഐ വിഷ് മോർ പീപ്പിൾ ഫോളോഡ് യുവർ ഫുഡ് സ്റ്റെപ്സ് ഇൻ ഡിസ്ചാർജിങ് ദെയർ ഡ്യൂട്ടീസ്. അപ്പോൾ ഞാൻ താങ്ക്ഫുൾ ആണ്, നന്ദി അറിയിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനും സിൻസിയറിറ്റിയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എല്ലാ ആളുകളും ഇതുപോലെ നിങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്, ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. താങ്ക് യു വൺസ് അഗൈൻ ഫോർ ബീങ് സച്ച് എ നൈസ് കമ്മ്യൂണിറ്റി ഹെൽപ്പർ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. യു ആർ ആൻ അമേസിംഗ് ഫ്രണ്ട്. നിങ്ങളൊരു നല്ല ഫ്രണ്ടാണ്. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, ലോട്ട്സ് ആൻഡ് അല്ല, ഇവിടെ ഓഫ് ആക്കുക കേട്ടോ. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. സിനു എന്നാണ് ഞാനിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.